50 ചിത്രങ്ങൾ പൂർത്തിയാക്കുക ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ന് പറയുന്നത് റെക്കോർഡ് തന്നെയാണ്. അതും എല്ലാവർക്കും നമസ്കാരം. ഈ 50ാമത്തെ സിനിമയുടെ കാര്യം ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ എല്ലാ പരിപാടിക്കും എന്നെ ലാസ്റ്റ് വിളിക്കും. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും ഇയാളോ എന്നിട്ടെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നു. ഇവിടെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് ഞാനായിരുന്നു. കാരണം എനിക്ക് ശരി കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കുന്നു പറയെങ്കിലും സ്റ്റേജിൽ അത്ര ഓക്കെ ആയിട്ടുള്ള ആളല്ല. ഏതായാലും ഇപ്പോ ഇങ്ങനൊരു വേദിയിൽ ഈ നാളെ റിലീസാവാൻ പോകുന്ന സിനിമയുടെ തലേ ദിവസം ഈ സമയത്തെങ്കിലും പരിപാടി ഞാൻ ഒരിക്കലും പിടിക്കില്ല. ഞാൻ പറയും നടക്കില്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ ഞാൻ പഴക്കം കിടവരിക്കും. പക്ഷെ ഇത് അജിത് വിനായക പ്രൊഡക്ഷൻസിലെ ആക്ച്വലി ആദ്യമായിട്ട് എനിക്ക് ഒരു പോപ്പുലർ ബ്രാൻഡ് എന്നെ ലീഡാക്കിക്കൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചു തന്നതിൽ ഭയങ്കര സന്തോഷം. മധുവിധു എല്ലാവരും വിചാരിക്കും പോലെ തന്നെ ഭയങ്കര കൂൾ കോമഡി അല്ലെങ്കിൽ ഫാമിലി കോമഡി ആയിട്ട് തന്നെ ഫാംകോം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമയാണ്. പിന്നെ ഇവിടെ ഓരോരുത്തരെ എടുത്ത് പറയുകയാണെങ്കിൽ ജയ് വിഷ്ണുവിന്റെ 3 സിനിമകൾ ഉണ്ടായിരുന്ന ആളാണ്. ബിബിനെ എനിക്ക് അറിയാവുന്നതാണ്, ഫ്രണ്ടാണ്, റൈറ്റേഴ്സും. ഈ പറഞ്ഞ പോലെ ഞാനും വിഷ്ണുവും ജയ് വിഷ്ണുവും ബിബിനും കൂടി കഥ പറയാൻ വേണ്ടി പറ്റിയ സ്ഥലം അന്വേഷിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിച്ച അവസാനം ഏതോ ഒരു പാടത്തോ എവിടെ കണ്ടിരുന്ന് കലങ്കിലൊക്കെ ഇരുന്നാണ് കഥ പറഞ്ഞത്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. ഏതായാലും അങ്ങനെ ഒരു നല്ല സിനിമ സംഭവിച്ചു. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ കല്യാണിയുടെ കൂടെ തീർച്ചയായും അഭിനയിക്കാൻ ഭയങ്കര പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അത് അടിപൊളിയാണ്. പിന്നെ ബിന്ദു ചേച്ചിയുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബിന്ദു ചേച്ചിയുടെ കൂടെ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു റോഷാക്കില് നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല, പക്ഷെ എന്റെ അമ്മയായിട്ട് മധുര മനോരമത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹലോ മമ്മിയില് സഹായിക്കാൻ വരുന്ന ആളായിട്ടും ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ എന്റെ കൂടെ റോഷാക്കിലും ചെയ്തിട്ടുണ്ട്, ഹലോ മമ്മിയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ഭയങ്കര സന്തോഷം. ഈ സീനിയർ ആർട്ടിസ്റ്റുകൾ നമ്മളെ കുറിച്ച് അങ്ങനെ നല്ല കമന്റുകളൊക്കെ പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സായിച്ചേട്ടനെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ സായിച്ചേട്ടനെ ഞാൻ ഇടയ്ക്ക് വെറുതെ വിളിക്കും. ഞാൻ അങ്ങനെ എല്ലാവരെയും അങ്ങനെ വിളിക്കാറില്ല. ഇടയ്ക്ക് ഞാൻ ചില സിനിമകളുടെ എന്തെങ്കിലും കട്ട്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ സായിച്ചേട്ടനെ വെറുതെ വിളിക്കും. എന്നിട്ട് ഞാൻ പറയും, സായിച്ചേട്ടൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറയും. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, സോറി. പക്ഷെ അത് ആ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് പല സിനിമകളിലും സായിച്ചേട്ടന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് നമ്പറുള്ള ആരും കൊണ്ട് ചാടി കയറി വിളിച്ച് ഒന്ന് കാണണം എന്നൊക്കെ. അല്ല അത് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ സായിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ തീർച്ചയായും വിചിത, എന്താ പറയാ, കൗമുദി, ഇവരുടെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു മാളവിക ഈ സിനിമയില് പ്രൊഡക്ഷനിൽ വന്നതില്. പിന്നെ തീർച്ചയായും പ്രദീപേട്ടനാണ് ആക്ച്വലി ഈ പടം എന്താ പറയാ ഈ പടത്തിന്റെ കാരണക്കാരനായ പേര് പുള്ളിയാണ്. പുള്ളിയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോ ആ പ്രദീപേട്ടൻ ഇവിടെ ഇല്ല. തീർച്ചയായും പ്രദീപേട്ടനും താങ്ക്സ് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ചോദിക്കാനല്ല, ഇനി ഇപ്പൊ ഞങ്ങൾക്കൊരു മൊമെന്റ് ആണ്. കാരണം 50th മൂവിയാണ്. അപ്പോ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ജഗദീഷ് ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ജയ്ഷേട്ടൻ എന്തായാലും ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം 50ാമത്തെ സിനിമയാണ്. എന്താണ് തോന്നുന്നത്? അല്ല, വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഒന്നും വേണ്ട. ഈ ഷോറിയിൽ ഷറഫുദ്ദീന്റെ ബ്രില്യൻ പെർഫോമൻസുകൾ കോർത്തിണക്കി ഒരു ഷോറിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ തന്നെ ഷറഫുദ്ദീന്റെ വെറൈറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റോളും റോഷാക്കില് ഞങ്ങളുടെ കോമ്പിനേഷൻ വന്നപ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ കോമ്പിനേഷൻ എനിക്ക് ഷറഫുദ്ദീൻ അനായാസമായി ആ സീന് കൈകാര്യം ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഷറഫുദ്ദീൻ എന്നെയും കോംപ്ലിമെന്റ് ചെയ്തു. ഞാൻ ആ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ചെയ്ത ചേട്ടാ വളരെ രസകരമായി പിന്നീട് കാണുമ്പോഴും എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു പെർഫോമൻസ് ആണ്. വളരെ കാഷ്വൽ ആയിട്ടാണ് ചെയ്തത് എന്ന് ഷറഫുദ്ദീൻ എന്നെയും കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വളർച്ചയുടെ പടവിൽ 50 ചിത്രങ്ങൾ പൂർത്തിയാക്കുക ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ന് പറയുന്നത്
റെക്കോർഡ് തന്നെയാണ്. അതും എല്ലാം ഒന്നിനൊന്ന് മികച്ച വേഷങ്ങളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് 50th ഫിലിമായിട്ട് ഇവിടെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മധുവിദ്വീപിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ്. അജിത് വിനായക പ്രൊഡക്ഷൻസ് ആൻഡ് ബാബുട്ടൻ ഫിലിംസ്, അവര് പ്രൊഡ്യൂസേഴ്സ് തീർച്ചയായിട്ടും കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ നല്ല സിനിമകളാണ് അജിത് വിനായക മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണെങ്കിലും, എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനനുസരിച്ച് മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ കാശിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺട്രോൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതിന് വേണ്ടി നല്ല രീതിയിൽ കാശ് മുടക്കണം എന്ന പക്ഷക്കാരൻ തന്നെയാണ് അജിത് വിനായക ഫിലിംസ്. അപ്പൊ അതിൽ സന്തോഷമുണ്ട്. അപ്പോ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷറഫുദ്ദീനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വലിയ ഒരു കയ്യടി, ഇന്നത്തെ ഏറ്റവും വലിയ കയ്യടി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ്. ഹോൾ ക്രൂ, ഈ ഒരു മൊമെന്റ് ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ദ ഹോൾ ക്രൂ. കൊറിയോഗ്രാഫർ നിഷ്ദാൻ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജിതേഷ്. Chief Associate Akhil Tilagan. Sharaf, let's do the honor. Yes. Sure. Yes, Kalyani. Many. It's a very long career with very different and exquisite roles. എല്ലാവർക്കും കൊടുത്തോളൂ.